അവർ ക്യാൻവാസ് ചെയ്യുന്നത് ഒരു റഷ്യൻ സുന്ദരിക്ക് വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടാണെന്ന് പറയുകയാണ്. ഏതാണ്ട് 80 വയസ്സുള്ള പ്രായമുള്ള എൻ്റെ അടുക്കലാണ് അവർ ക്യാൻവാസ് ചെയ്യുന്നത്. ഒരു ഭീമാകാരമായ പ്രതിമ, ബുദ്ധൻ്റെ പ്രതിമയാണ്. വലിയ നിയോൺ ലൈറ്റ് ബോർഡ് വെച്ചിരിക്കുകയാണ്, ശ്രീബുദ്ധ ബാർ. ഈ സംഘത്തിൽ ഏറ്റവും പ്രായം കൂടിയത് നിങ്ങളാണ്. നിങ്ങൾ അനായാസമായിട്ട് മുകളിലേക്ക് കയറി ജയിലിൽ മോചിതരായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിരത്തി നിർത്തുകയാണ്. ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. എസ് പരമേശ്വരൻ നമ്പൂതിരി എന്നാണ് എൻ്റെ ഔദ്യോഗിക നാമം. പക്ഷേ SP നമ്പൂതിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ എൻ്റെ തൂലിക നാമം അതാണ്. ഏതാണ്ട് 15 രാജ്യങ്ങൾ സന്ദർശിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി യാത്രാവിവരണം എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു സഞ്ചാര ലേഖകനാണ് ഞാൻ. 15ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ള ചില അനുഭവങ്ങൾ എല്ലാം വിവരിക്കുകയോ വർണ്ണിക്കുകയോ പ്രായോഗികമല്ലല്ലോ, നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 2013 ഞാൻ യൂറോപ്യൻ പര്യടനത്തിന് പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ രാജൻ്റെ മകൾ റെഡിംഗ് യൂണിവേഴ്സിറ്റിയിലെ ആർക്കിടെക്ചർ പ്രൊഫസറാണ് ഡോക്ടർ CR ആഞ്ചലിക്. അവരുടെ അതിഥിയായിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ സ്പോൺസർ അവരായിരുന്നു. ഇംഗ്ലണ്ടിൽ കൂടുതൽ ദിവസവും അവരുടെ കൂടെയാണ് താമസിച്ചത്. അവിടെ നിന്ന് 8 ദിവസം ഹോളണ്ടിലും പിന്നെ ഒരു 15 ദിവസം മറ്റ് യൂറോപ്പ് രാജ്യങ്ങളുമായി സന്ദർശിച്ചു. അങ്ങനെ എല്ലാം കൂടി 2.5 മാസക്കാലം അവിടെ യൂറോപ്പിൽ ചിലവഴിക്കാനിടയായി. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് കമ്പനിയുടെ ട്രാവൽ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ഒരു യാത്രാ സംഘത്തിലാണ് ഞാൻ പോകാനിടയായത്. 51 പേരുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇറ്റലി ചെന്നപ്പോൾ ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന നഗരത്തിൽ പോകാനിടയായി. ഫ്ലോറൻസ് ചെല്ലുമ്പോൾ ഒരു നവോത്ഥാന മ്യൂസിയമാണ് അവരാദ്യം കൊണ്ടുപോയി കാണിച്ചത്. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ, അവർ പറയുന്നത് ലോക നവോത്ഥാനത്തിൻ്റെ എന്നാണ്, കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ പ്രഭവസ്ഥാനം ഇറ്റലിയാണ് അല്ലെങ്കിൽ ഫ്ലോറൻസ് ആണ് എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ നവോത്ഥാന നായകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ ആ മ്യൂസിയത്തിലുണ്ട്. പുസ്തകങ്ങൾ, ഡോക്യുമെൻ്ററികൾ, ഫിലിമുകൾ എല്ലാം ഉണ്ട് അവിടെ. അവരുടെയൊക്കെ ചിത്രങ്ങൾ ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവസാനം ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ മഹതി അവർ പറയുകയാണ്, ലോക നവോത്ഥാനത്തിൻ്റെ പ്രഭവസ്ഥാനം ഇറ്റലിയാണ്, ഫ്ലോറൻസ് ആണ്. ഞാൻ വളരെ വിനയപൂർവ്വം അല്ലെങ്കിൽ ക്ഷമാപൂർവ്വം ഒരു ഭിന്നാഭിപ്രായക്കുറിപ്പ് അവരുടെ മുമ്പാകെ അവതരിപ്പിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ലോക നവോത്ഥാനത്തിൻ്റെ പ്രഭവസ്ഥാനം ഇന്ത്യയാണ്. എൻ്റെ സങ്കുചിതമായ ദേശാഭിമാനം കൊണ്ട് പറയുന്നതല്ല. ക്രിസ്തുവിനും മുമ്പ്, നിങ്ങളിവിടെ കാണിച്ചതെല്ലാം ക്രിസ്തുവിന് ശേഷമുള്ള കഥകളാണ്. ക്രിസ്തുവിനും 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ, അദ്ദേഹമാണ് ലോകത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയ്ക്ക് ലോകത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ ബുദ്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിശദമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവർ വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, ഐ ക്യാൻ എഗ്രി ടു ഡിസഗ്രി വിത്ത് യു ഓൺലി എന്ന് പറഞ്ഞു. നിങ്ങളോട് വിയോജിക്കുന്നതിലേ എനിക്ക് യോജിപ്പുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. ഓരോ രാജ്യത്തിൻ്റെയും പൈതൃകം, സംസ്കാരം ഇത് ഹൈലൈറ്റ് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക, അത് മാർക്കറ്റ് ചെയ്യുക. അതൊരു വലിയ വ്യവസായമാണ്, ലോകമാകെ വ്യാപിച്ചിട്ടുള്ള വ്യവസായമാണ്. അവിടെ വെച്ച് ഈ കാര്യം എനിക്ക് കേരള ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താൻ തോന്നി. അപ്പോൾ യാദൃച്ഛ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി, നാം മുന്നോട്ടെന്നൊരു പരിപാടിയുണ്ട്, പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റാണ് സംഘടിപ്പിക്കുന്നത്. അവർ എന്നെ ക്ഷണിച്ചു. 3 എപ്പിസോഡിലായിട്ട് നാം മുന്നോട്ടെന്നൊരു പരിപാടിയാണ്. ഒരുപാട് എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്ത 3 എപ്പിസോഡാണ്. അതിൽ
എൻ്റെ യാത്രാനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഈ കാര്യം ഫ്ലോറൻസിലെ അനുഭവം പറഞ്ഞു. മുഖ്യമന്ത്രിയോട് നിർദ്ദേശവും വെച്ചു, മുമ്പാകെ നിർദ്ദേശവും വെച്ചു. അതായത് മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതകളുള്ള സവിശേഷതകളുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിന് സ്വന്തമാണ്. കേരളം സന്ദർശിക്കുന്ന ഒരു സഞ്ചാരിക്ക് ഈ നവോത്ഥാനത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ, ഒരു പ്രാഥമിക ജ്ഞാനമെങ്കിലും ഉണ്ടാകാൻ സഹായിക്കും വിധം ഒരു മ്യൂസിയം കേരളത്തിൽ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഈ ഫ്ലോറൻസിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നതെന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ പറഞ്ഞു, നല്ല നിർദ്ദേശമാണ്, നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയുക മാത്രമല്ല ചെയ്തത്. തൊട്ടടുത്ത ക്യാബിനറ്റിൽ അദ്ദേഹം ഈ നിർദ്ദേശം അവതരിപ്പിക്കുകയും തീരുമാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ജില്ലകളിലും പലതരത്തിലുള്ള ആലോചനകൾ തുടങ്ങി. അതിലേറ്റവും എനിക്ക് ആവേശകരമായി തോന്നിയത് കോട്ടയത്ത് ഒരു നവോത്ഥാന മ്യൂസിയം നിലവിൽ വരാൻ പോവുകയാണ്. ഏതാനും ആഴ്ചകൾക്കകം അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ മ്യൂസിയം നിലവിൽ വരുമ്പോൾ ഞാനതിൽ ഒരു പങ്കാളിയൊന്നുമല്ല, പരോക്ഷമായിട്ട് ഞാനതിൽ നിമിത്തമായി തീർന്നു. ആ കാരണമായി തീർന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും തീരുമാനം നടപ്പാക്കാനുള്ള കഴിവുമൊക്കെയാണ്. അത് യാദൃച്ഛ്യമായിട്ട് അതിന് ഒരു നിമിത്തമായി തീർന്നു എന്നതിൽ എനിക്കൊരു ചാരിതാർത്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഫ്ലോറൻസ് കഴിഞ്ഞിട്ട് ഇതുപോലെ നിരവധി അനുഭവങ്ങളുണ്ട്. അതിലൊരു അനുഭവമാണ്, സമാനമായൊരു അനുഭവമാണ് സ്വിറ്റ്സർലൻഡിൽ സ്റ്റാൻസ് ഹോൺ എന്ന ആൽപ്സ് പർവ്വതത്തിൻ്റെ കൊടുമുടി കാണാൻ പോയ അനുഭവം. ബസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ 51 പേരുണ്ട്. കൊടുമുടിയുടെ താഴ്വരയിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുകയാണ്. വണ്ടി നിർത്തി താഴെ ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് ഒരു ഭീമാകാരമായ പ്രതിമ, ബുദ്ധൻ്റെ പ്രതിമയാണ്, കാണാനിടയായി. എനിക്ക് സ്വല്പം അത്ഭുതവും സ്വല്പം സന്തോഷവും സ്വല്പം അഭിമാനവും തോന്നി. ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത്. ഞങ്ങളുടെ ടൂറിസ്റ്റ് ഈ കമ്പനിയുടെ ഡയറക്ടറോട് ചോദിച്ചു, ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. പോയി കാണാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു. മനോഹരമായ പ്രതിമയാണ്. സന്തോഷവും ദുഃഖവും തോന്നി. കാരണം ആ വിദേശ രാജ്യത്ത് ബുദ്ധൻ അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷം തോന്നി. സങ്കടം തോന്നാൻ കാരണം അതിന് തൊട്ടുപുറയിൽ വലിയ നിയോൺ ലൈറ്റ് ബോർഡ് വെച്ചിരിക്കുകയാണ്, ശ്രീബുദ്ധ ബാർ. അവിടെ ഒരു ബാർ ഹോട്ടലാണ്. മദ്യവ്യവസായമാണ് നടക്കുന്നത്. മദ്യവ്യവസായവും അതുപോലെയുള്ള ആധുനിക സമ്പ്രദായങ്ങളുമാണ്. ഡാൻസ്, അങ്ങനെയുള്ള ഏർപ്പാടുകളാണ്. സർവസംഘപരിത്യാഗിയായ ശ്രീബുദ്ധൻ്റെ പേരിൽ ബാർ ഹോട്ടൽ നടത്തുകയാണ് അവിടെ. അത് കഴിഞ്ഞ് ആണ് മുകളിലേക്ക് കയറുന്നത്. ആദ്യം കേബിൾ കാറിലാണ് കയറി പോകുന്നത്. കുറേ ഭാഗം അവിടെ വിശ്രമിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ്സൊക്കെ നടത്തിയിട്ട് പിന്നെ മുകളിൽ കേബിൾ പോവുകയാണ്. പിന്നെ ചെന്നെത്തുന്ന സ്ഥലത്തും അവിടെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സംഘത്തിൻ്റെ ഡയറക്ടർ ഒരു മഹതി അവർ പറയുകയാണ്, ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ചെല്ലുവാനും നടന്ന് കയറണം. നടക്കാൻ കഴിവുള്ളവർ മാത്രം എൻ്റെ കൂടെ വരിക, അല്ലാത്തവർ ഇവിടെ വിശ്രമിക്കുക. ഇവിടെ ടെലിസ്കോപ്പ് ഉണ്ട്, ടെലിസ്കോപ്പ് നോക്കിയൊക്കെ ഈ ആകാശത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ 11 പേര് അവരെ അനുധാവനം ചെയ്തു. അവരെ പുറകെ നടന്നു. ബാക്കിയുള്ളവർ അവിടെ വിശ്രമിച്ചു. ഈ 11 പേരിൽ 6 പേര് പകുതി ദൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെന്നും പറഞ്ഞ് തിരിച്ചു പോന്നു. 5 പേര് മുകളിലെത്തി. ആ 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മഹതി പറയുകയാണ്, ഈ സംഘത്തിൽ ഏറ്റവും പ്രായം കൂടിയത് നിങ്ങളാണ്. നിങ്ങൾ അനായാസമായിട്ട് മുകളിലേക്ക് കയറി. 6 പേര് പുറകോട്ട് പോയി ശ്വാസം മുട്ടലായിട്ട്. ഞാൻ വളരെ വിഷമിച്ചാണ് കയറിയത്. കാരണം എൻ്റെ ജോലിയുടെ ഭാഗമാണ്, കർത്തവ്യമാണ് വരിക എന്നുള്ളത്. അതുകൊണ്ട് വന്നു. പക്ഷെ ക്ലേശിച്ചാണ് വന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ആയുർവേദ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആഹാരശൈലി, ജീവിതശൈലി ആയിരിക്കാൻ കാരണം എനിക്ക് ഒരു
70-80 കിലോ തൂക്കവും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല, ഈ കാര്യം നടന്നു കയറാൻ പറ്റില്ല. ആ ഉഷാസ്ഥൂലത ഇല്ലാത്തതിന് കാരണം എൻ്റെ ജീവിത ശൈലിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ചും ആയുർവേദ പശ്ചാത്തലം. ഉടനെ അവർ ഭംഗിയായിട്ട് പറഞ്ഞു, എനിക്കത് അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്, വരാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ പ്രായത്തിലും ആൽപ്സ് പർവ്വതത്തിൻ്റെ മുകളിൽ നടന്നു കയറാൻ സാധിച്ചതിൽ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ഇതുപോലെ ശ്രദ്ധേയമായ മറ്റൊരനുഭവമാണ് എനിക്ക് ആൻഡമാൻസിലുണ്ടായത്. ആൻഡമാൻസിൽ എൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം സെല്ലുലാർ ജയിലിലായിരുന്നു. പക്ഷേ സെല്ലുലാർ ജയിലിൽ പോകാൻ എന്നെ സഹായിച്ചത് ഒരു മേനോനാണ്. ആ മേനോൻ പെരിന്തൽമണ്ണക്കാരനായിരുന്നു. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 25 കൊല്ലക്കാലം സെല്ലുലാർ ജയിൽ കിടന്ന ഒരാളാണ്. ജയിൽ മോചിതനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ പഴയ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും ഇല്ല. ഉള്ളവർ തന്നെ ഇങ്ങനെ ഒരു അൺവാണ്ടഡ് എലിമെൻറ്റ്, ആവശ്യമില്ലാത്ത ഒരു അതിഥിയായിട്ടാണ് കണക്കാക്കിയത്. വീട്ടുകാരാണെങ്കിൽ ഇയാൾ വീതം ചോദിച്ചു വരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ഇദ്ദേഹത്തെ ഉപദേശിച്ചു, മേനോൻ തിരിച്ച് ആൻഡമാൻസിലേക്ക് പോയാൽ മതി, അവിടെ ജയിൽ വിമോചിതർക്ക് സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ആ ആനുകൂല്യം സ്വീകരിച്ച് അവിടെ ജീവിക്കാൻ നോക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് ആൻഡമാൻസിലേക്ക് വന്നു. അവിടെ ഗവൺമെൻറ് ഓരോരുത്തർക്കും 5 ഏക്കർ സ്ഥലം കൊടുക്കുന്നുണ്ട്, കുറച്ച് കാശും കൊടുക്കും, മറ്റ് കൃഷി കാര്യങ്ങൾക്ക് വായ്പയും കൊടുക്കും, അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട്. ഇദ്ദേഹം ആ ആനുകൂല്യം മേടിച്ച് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജീവിതം പങ്കാളി വേണ്ടേ? അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു സമ്പ്രദായമുണ്ട്. ജയിലിൽ മോചിതരായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിരത്തി നിർത്തുകയാണ്. എന്നിട്ട് നമുക്ക് ഇവർക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാം, പരസ്പരം പ്രതികരിക്കാം, സംസാരിക്കാം, പരിചയപ്പെടാം, ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. അങ്ങനെയൊരു സമൂഹ ഇൻ്റർവ്യൂ, കൂട്ടായ്മയായിട്ടുള്ള ഇൻ്റർവ്യൂ, അതിൽ വെച്ച് ഇദ്ദേഹം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു, സംസാരിച്ചു. ആ സ്ത്രീയും ജയിൽ കിടന്നതാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ച സ്ത്രീയാണ്. പരിചയപ്പെട്ടു, വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് സർക്കാർ രജിസ്ട്രേഷൻ മുതലായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇവരൊന്നും അറിയണ്ട, സബ് രജിസ്റ്റർ ഓഫീസിലോ പള്ളിയിലോ അമ്പലത്തിലൊന്നും പോകണ്ട. ആ വിവാഹം നിയമവിധേയമാണ്. അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ആ സ്ത്രീക്ക് 5 ഏക്കർ സ്ഥലം കിട്ടി, അങ്ങനെ 10 ഏക്കർ സ്ഥലം കിട്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ ജീവിതം ആരംഭിച്ചു. ജയിലിൽ കിടക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ പലരും എഴുതിയിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, പുസ്തകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ദുഃഖിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ദുരിതപൂർണമായ ജയിലിൽ നിന്ന് പുറത്തു വന്നവരെ അവരെ സർക്കാർ പുനരധിവസിപ്പിച്ചിരിക്കുന്നു. അവർ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നു. ഒരു കോളനി പോലെ 1-2 പേരല്ല, ഇങ്ങനെ ഇറങ്ങുന്നവരുടെ ഒരു പ്രദേശം പ്രത്യേകം സെലക്ട് ചെയ്ത് താമസിക്കുന്നു. അത് കണ്ടപ്പോൾ വാസ്തവത്തിൽ ഈ ജയിൽ ജീവിതത്തിൻ്റെ ദുരിതത്തിൽ സങ്കടം തോന്നിയ പോലെ തന്നെ ജയിൽ വിമോചിതരുടെ സന്തോഷത്തിൽ സംതൃപ്തിയും തോന്നി. വേറൊരു തരത്തിൽ ശ്രദ്ധേയമായ ചില അനുഭവങ്ങളാണ് എനിക്ക് നെതർലാൻഡ്സിലുണ്ടായത്. അവിടെ ലോക കോടതി കണ്ടു, അപൂർവമായ സംഭവമാണ്. അങ്ങനെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗൈഡ് പറഞ്ഞു, റെഡ് ഡിസ്ട്രിക്റ്റ് എന്നൊരു സ്ഥലമുണ്ട്. റെഡ് സ്ട്രീറ്റ് അല്ല, ബോംബെയിൽ റെഡ് സ്ട്രീറ്റ് ഉണ്ട്, അതല്ല, റെഡ് ഡിസ്ട്രിക്റ്റ്. അതായത് വ്യഭിചാരത്തിന് നിയമവിധേയത്വം കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നത് ഒരു ബസ്സിലാണ്, സർവീസ് ബസ്സാണ്. ഞാൻ ഇരിക്കുന്ന സീറ്റിനടുത്ത്
ഒരു സുന്ദരിയായ സ്ത്രീ വന്നിരുന്നു. അവർ എന്നോട് ചോദിക്കുകയാണ്, ഇന്ത്യക്കാരനാണോ? ഇന്ത്യക്കാരനാണ്. ഞാൻ ചോദിച്ചു, ഞാനെങ്ങനെ ഇന്ത്യക്കാരനാണെന്ന് നിങ്ങൾ അറിയാനൊക്കെ ഇടയാ? അല്ല, കാഴ്ച കൊണ്ടും വേഷം കൊണ്ടും സംശയം തോന്നുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുകയാണ്, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൽ പോകുന്നവർ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. കാരണം അവരുടെ ഓരോ സ്ത്രീകളുടെ ഏജൻറ്റുമാർ ക്യാൻവാസ് ചെയ്യാൻ വരും. അവരുടെ കെണിയിൽ പെടരുത് എന്ന് പറഞ്ഞ് അവർ ഒരു ക്യാൻവാസിങ്ങാണ്. അവർ ക്യാൻവാസ് ചെയ്യുന്നത് ഒരു റഷ്യൻ സുന്ദരിക്ക് വേണ്ടിയിട്ടാണ്. ആ റഷ്യൻ സുന്ദരിയുടെ സ്വഭാവ മഹിമ, ഗുണഗണങ്ങൾ, സൗന്ദര്യ വിശേഷങ്ങൾ ഒക്കെ അവർ വിശേഷിപ്പിക്കുകയാണ്, വർണ്ണിച്ച് കഴിപ്പിക്കുകയാണ്. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടാണെന്ന് പറയുകയാണ്. ഏതാണ്ട് 80 വയസ്സുള്ള പ്രായമുള്ള എൻ്റെ അടുക്കലാണ് അവർ ക്യാൻവാസ് ചെയ്യുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും ഞാനൊരു സന്ദർശകനാണ്. ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടെന്ന് കേട്ടു, ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്ന് കേട്ടു, ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് കേട്ടു, കണ്ടുപോകാം എന്ന് വിചാരിച്ചു. എന്നേ കവിഞ്ഞ് എനിക്ക് മറ്റൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തേണ്ടി വന്നു എനിക്ക്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അതൊരു വലിയ പ്രസ്ഥാനമാണ്, ചെറിയ പ്രസ്ഥാനമൊന്നുമല്ല. അവിടെ എല്ലാ ഏർപ്പാടുകളും ഉണ്ട്, സർക്കാർ സംവിധാനമുണ്ട്, സർക്കാർ പ്രൊട്ടക്ഷനുണ്ട്, ഓരോ സ്ത്രീയെയും ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ വ്യഭിചാരമെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ആ പ്രവൃത്തിക്ക് ഒരു മഹത്വ പരിവേഷം കൊടുത്ത് മാർക്കറ്റ് ചെയ്യുകയാണ്. ഒരു ടൂറിസം മാർക്കറ്റിംഗാണ്. ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എല്ലായിടത്തും കാണും, പക്ഷേ ഇതുപോലെ ഗവൺമെൻറ് അംഗീകാരത്തിലൂടെ നടക്കുന്ന ഏർപ്പാട് വേറെ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളൊക്കെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജനിച്ചു വളർന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ വിവാഹേതര ബന്ധം പാപമാണ്, മഹാപാപമാണ്. എല്ലാം നമുക്കറിയാമല്ലോ, കഥകളെ വാസ്തവതട്ടിപ്പോൾ കഥകൾ നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം ജനിച്ചു വളർന്ന എനിക്ക് ഈ റെഡ് ലൈറ്റ് ഷീറ്റിലെ അന്തരീക്ഷവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ സംവിധാനവും അത്ഭുതവും അതിലേറെ പ്രതിഷേധം തോന്നിയ ഏർപ്പാടാണ്. കാരണം പരിഷ്കൃതമെന്ന് വച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ കച്ചവടത്തിന് രക്ഷാകർതൃത്വം വഹിക്കുന്നത്. അത് വല്ലാത്ത അനുഭവമായിരുന്നു എനിക്ക്. ഇംഗ്ലീഷ് പര്യടനം അല്ലെങ്കിൽ ബ്രിട്ടീഷ് താമസത്തിനിടയിൽ എനിക്ക് പോകാൻ സാധിക്കാത്ത ഒരു അല്ലെങ്കിൽ സാധിക്കാത്തൊരു മോഹമായിരുന്നു ഷേക്സ്പിയറുടെ നാട് സന്ദർശിക്കുക എന്നുള്ളത്. 3.5 മണിക്കൂർ യാത്ര ചെയ്യണം. സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവോൺ എന്നുള്ള സ്ഥലമാണ്. ഏവോൺ നദിയുടെ തീരത്ത് സ്റ്റാറ്റ്ഫോർഡ് എന്ന സ്ഥലത്താണ് ഷേക്സ്പിയറുടെ ജന്മസ്ഥലം. എൻ്റെ ആതിഥേയയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഷേക്സ്പിയറുടെ വീട്ടിലൊന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്, ആ സ്ഥലത്തിൽ പോയാൽ കൊള്ളാവുന്നുണ്ട്. പോവാം, ഒരു ദിവസം മെനക്കെടേണ്ടി വരും, മെനക്കെടാം. അങ്ങനെ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. 8:30 മണിയെ ആയപ്പോഴാണ് വണ്ടി മാറി കയറി അങ്ങനെ ഒരു തരത്തിൽ സ്റ്റാറ്റ്ഫോർഡിലെത്തിയത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്കൊരു ഷേക്സ്പിയർ ഫീലിംഗ് ഉണ്ടാവുകയാണ്. കാരണം ഷേക്സ്പിയറുടെ പൂർണ്ണകായ ചിത്രങ്ങൾ, അതിനിപ്പുറേ ഷേക്സ്പിയറുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാണേണ്ട സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. താഴെ എഴുതിയിട്ടുണ്ട് 14 സ്ഥലങ്ങളുണ്ട്. ഈ 14 സ്ഥലത്തിന് ഒരുമിച്ച് ടിക്കറ്റ് എടുത്താൽ 25 പൗണ്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്ത തുക കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഷേക്സ്പിയർ ബർത്ത് പ്ലേസ് സൊസൈറ്റി എന്നൊരു രജിസ്റ്റേർഡ് സ്ഥാപനമാണ് നടത്തുന്നത്, ഗവൺമെൻറ് അംഗീകാരമുള്ള സ്ഥാപനമാണ്. അങ്ങനെ 25 പൗണ്ട് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തു. ഓരോ സ്ഥലത്തായിട്ട് പോയി. ഷേക്സ്പിയറുടെ ജീവിതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള സ്ഥലങ്ങളെല്ലാം ഇന്നവിടെ മ്യൂസിയമാണ്. അവിടെയും നമ്മൾ കാണേണ്ടത് വ്യവസായവൽക്കരണത്തിലുള്ള കഴിവാണ്. ഷേക്സ്പിയറുടെ വീട്, ഷേക്സ്പിയർ സുഹൃത്തിൻ്റെ വീട്, ഷേക്സ്പിയറുടെ അച്ഛൻ്റെ പാർട്ട്ണറായിരുന്ന ഒരു വ്യവസായിയുടെ വീട്, ഇങ്ങനെ തൊട്ടുതെറിച്ചൊരു ബന്ധമുള്ള എല്ലാം തന്നെ അവർ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഷേക്സ്പിയറിന് കൊടുത്ത ഈ പ്രാധാന്യം നമുക്ക് പറ്റില്ല, നമുക്ക് അത്രയൊന്നും കഴിവില്ല, ശരിയാ. പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ കവികൾ, കലാകാരന്മാർ ഉണ്ട്, ആരും അറിയാതെ കേൾപ്പോരും കേൾവിയുമില്ലാതെ പോകുന്നു. അവരുടെ പൈതൃകം, അവരുടെ സ്മരണ
ഭാവി തലമുറയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താം എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഓരോ മ്യൂസിയങ്ങൾ വാസ്തവത്തിൽ കേരള ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്, ഇന്ത്യ ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, തീർച്ചയായിട്ടും ആലോചിക്കേണ്ട. പക്ഷേ കേരളത്തിലെങ്കിലും നമ്മളത് പരിഗണിക്കേണ്ടതാണെന്ന് അവിടെ നിന്നും മടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു മഹായാത്രയുണ്ട്. അത് ലണ്ടൻ വരെയുള്ള ഒരു കാർ യാത്രയാണ്. 27 രാജ്യങ്ങൾ കടന്നു പോകണം. എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ജെയ്സൺ സെക്കറി അതിനുവേണ്ടി കാറ് വരെ വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടാതെ വേറെ 3 പേരും ഉണ്ടാവും. അത് വിജയിച്ചാൽ ഒരു ചെറ്റ സംഭവമാണ്. ആ മഹാസ്വപ്നവുമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്വപ്നം കാണുന്നവർക്കല്ലേ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. എല്ലാ സ്വപ്നങ്ങളും ജയിച്ചോളൊന്നുമില്ല, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടണമെന്നില്ല. പക്ഷേ ആ സ്വപ്നത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതുവരെ എന്നെ കേട്ടിരുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ, ഹൃദയപൂർവ്വമായ അഭിവാദനങ്ങൾ.